ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാത്രിയോടെ സോണമാർഗിൽ എത്താനാണ്. ഈ യാത്രയിൽ ഞങ്ങൾ ജമ്മു സിറ്റിയിലേക്ക് കടന്നിട്ടില്ല. താവി നദിയും കടന്ന് എവിടുന്നോ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഞങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രശസ്തമായ നാഷണൽ ഹൈവേ നമ്പർ 44-ലാണ്. ഇത് ശ്രീനഗർ കന്യാകുമാരി നാഷണൽ ഹൈവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് നാഷണൽ ഹൈവേയും കറൻ്റ്ലി ഇതാണ്. അങ്ങനെ ഞങ്ങളൊരു വ്യൂ പോയിന്റിൽ നിർത്തിയപ്പം നമ്മൾ വന്ന വഴികൾ താഴെ കാണാം. അതേപോലെ തന്നെ താവി നദി മെല്ലെ ഒഴുകി പോകുന്നതും കാണാം. വെള്ളമൊക്കെ വളരെ കുറവുമാണ്. എങ്ങ് നോക്കിയാലും പച്ചപ്പാണ്. ഏറ്റവും അതിശയം, ഈ വലിയ മലകൾക്ക് മേലെ നോക്കിയാലും നമുക്ക് വീടുകൾ കാണാം. എങ്ങനെ എത്തുമോ അവിടെ. ഇതാണ് ചെനാനി നസ്രി ടണൽ. ഇത് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റോഡ് ടണലാണ്. ഇതിൻ്റെ ദൂരം 9.28 കിലോമീറ്ററാണ്. ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം എത്താൻ കുറച്ചു നേരം ഇതിൽ കൂടെ ട്രാവൽ ചെയ്യണം. വളരെ വൃത്തിയുള്ള ഒരു നല്ല ടണലാണ്. ഇത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നും അറിയപ്പെടുന്നു. ഈ ഒരു ടണൽ കൊണ്ട് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ദൂരം ഏകദേശം 30 കിലോമീറ്റർ നമുക്ക് കുറവുണ്ട്. ഏകദേശം അത് 2 മണിക്കൂർ നേരത്തെ യാത്ര നമുക്ക് ലാഭമാണ് ഈ ടണൽ വന്നതോടുകൂടി. ആക്ച്വലി ചെനാനി ടൗണും അതേപോലെ തന്നെ പത്നി ടോപ്പിൻ്റെ ഒരു ഭാഗത്തുള്ള നസ്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെയും കണക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ചെനാനി നസ്രി ടണൽ എന്ന പേര് വന്നത്. സിന്ധ് നദിക്ക് കുറുകെ കടന്ന് നമ്മൾ അടുത്ത മലനിരകളിലേക്ക് കടക്കുന്നതോടുകൂടി റോഡിൻ്റെയൊക്കെ ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ തുടങ്ങും. ഒരുപാട് ടണലുകൾ ഇപ്പം അവിടെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാഫിക് ബ്ലോക്സും പിന്നെ എന്താ പറയുക നാരോ സെക്ഷൻസൊക്കെ ഒത്തിരി ആ ഭാഗത്തുണ്ട്. ഇതാണ് ബനിഹാൾ ഖാസിഗുണ്ട് ടണൽ. ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് 8.45 കിലോമീറ്റേഴ്സ് ആണ്. ചെനാനി നസ്രി ടണൽ ഒരു സിംഗിൾ ട്യൂബ് സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇത് ഒരു 2 പാരലൽ ടണൽസ് ആണ്. അതായത് ഓരോ ഡയറക്ഷന് ഓരോ ടണലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബനിഹാൾ ഖാസിഗുണ്ട് ടണൽ കയറി നമ്മൾ മറുഭാഗത്തെത്തുന്നതോടുകൂടി നമ്മൾ കാശ്മീരിലെ പ്ലെയിൻസിലേക്ക് കയറുകയാണ്. ഇനി നമ്മൾ ശ്രീനഗർ വരെ ടോട്ടലി പ്ലെയിൻ ലാൻഡ്സിൽ കൂടെയുള്ള യാത്രയാണ്. ഈ പോകുന്ന സ്ട്രെച്ചിൽ നമുക്ക് ഈ ക്രിക്കറ്റ് ബാറ്റ്സ് ഉണ്ടാക്കുന്നതും വിൽക്കുന്നതുമായ കുറേ ഷോപ്സ് കാണാൻ സാധിക്കും. ഇത് വില്ലോ ട്രീസിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത്. നമുക്ക് ഈ വില്ലോ ട്രീസും ഈ വഴിക്ക് ഒരുപാട് കാണാനും സാധിക്കും. അങ്ങനത്തെ ഒരു ഫേമസ് ഒരു സ്ഥലമാണ് അവാന്തിപുര. ഇപ്പോഴത്തെ പുതിയതോ അല്ലെങ്കിൽ റെനോവേറ്റ് ചെയ്തതോ ആയ ഹൈവേസിൽ ഈ റൺവേസ് നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റും. ഇത് എമർജൻസി പേർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ ഈ യാത്രയിൽ. സഡൻലി നമുക്ക് ഒരുപാട് സ്പേസ്, ആവശ്യത്തിലധികം നമുക്ക് എല്ലായിടത്തും മുന്നിലും സൈഡിലൊക്കെ ഉള്ളതുപോലെയുള്ളൊരു ഫീലാണ്. കാശ്മീരിലെ സാഫ്രൻ കൃഷി ലോകപ്രശസ്തമാണ്. അൺഫോർച്ചുനേറ്റ്ലി അവിടുത്തെ ഈ സാഫ്രൻ ഹാർവെസ്റ്റ് എല്ലാം കഴിഞ്ഞ ഒരു സമയത്താണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. അവിടുത്തെ സാഫ്രൻ എന്താ പറയുക, ആ കൃഷിസ്ഥലങ്ങളൊക്കെ അടുത്ത കൃഷിക്ക് വേണ്ടി ഒരുക്കുന്ന സമയമാണ് നമ്മളെത്തുന്നത്. ഞങ്ങളങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ശ്രീനഗറിലെത്തി. ഞങ്ങൾ ഫാമിലി ആയിട്ട് ശ്രീനഗർ മുൻപ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തല്ല ഞങ്ങളുടെ ലക്ഷ്യം ഈ ദൽ ലേക്കിന് ചുറ്റുമുള്ള സ്ഥലം ഒന്ന് ഡ്രൈവ് ചെയ്ത് അത് മുഴുവൻ കാണണമെന്നുള്ളതാണ്. ഈ ദൽ ലേക്കിന് ചുറ്റുമുള്ള സ്ഥലം ഏകദേശം 25 മുതൽ 30 കിലോമീറ്റർ വരെ ഡിസ്റ്റൻസ് ഉണ്ട്. ദൽ ലേക്കിന് ചുറ്റുമുള്ള ഭാഗത്ത് ഒരുപാട് വളരെ സീരിയസ് റെസ്റ്റോറേഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഓൺഗോയിങ് ആയിരുന്നു ഞങ്ങൾ ഈ പോയ സമയത്ത്.
ദൽ ലേക്ക് പോലെ തന്നെ എന്നാൽ അത്ര പ്രശസ്തമല്ലാത്ത വേറൊരു ലേക്കാണ് മാനസ്ബാൽ ലേക്ക്. വളരെ നാരോ ആയ ചെറിയ വില്ലേജ് റോഡ്സിൽ കൂടെയുള്ള ഈ ഡ്രൈവ് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നെൽപ്പാടങ്ങളൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. ആ കാഴ്ചകളൊക്കെ ഞങ്ങൾ നിർത്തി കണ്ട് ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു. പ്രശസ്തമായ ശ്രീ ഭവാനി ടെമ്പിളും ഈ വഴിക്ക് എവിടെയോ ആണ്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ആ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനുള്ള ആവശ്യമായ സമയമില്ല. കുറച്ച് സമയം മാനസ്ബാൽ ലേക്കിൻ്റെ അടുത്തൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ സോണാമാർഗിലേക്കുള്ള യാത്ര തുടർന്നു. മണിഗാം എന്ന് പറഞ്ഞൊരു ചെറിയൊരു ജംഗ്ഷനിൽ ഞങ്ങൾ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും യാത്ര തുടർന്നു. വൈകുന്നേരം സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾഡൻ കളറ് ആ വാലീസിൻ്റെ മേലെയൊക്കെ വീണിട്ടുള്ള ഒരു കാഴ്ചയൊക്കെ ഞങ്ങൾ നിർത്തി ആസ്വദിച്ചാണ് ഞങ്ങളുടെ യാത്ര. പോകുന്ന വഴി ഞങ്ങൾ വഴിയരികിലൊന്ന് നിർത്തി. മറുഭാഗത്ത് സിന്ധു നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒന്ന് തൊട്ട് നോക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തൊട്ട് നോക്കിയപ്പം നല്ല തണുപ്പാണ്. ഈ ഭാഗത്തും ഒരു ടണൽ കൺസ്ട്രക്ഷൻ ഓൺഗോയിങ് ആണ്. ഇത് സോണാമാർഗിലേക്ക് എത്തുന്ന ഒരു ടണലിൻ്റെ കൺസ്ട്രക്ഷനാണ്. സെഡ് മോർ എന്നാണ് ഈ ടണലിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ ഇരുട്ടായപ്പോൾ സോണമാർഗിലെ ഹോട്ടലിലെത്തി. നല്ല തണുപ്പാണ്. പെട്ടെന്ന് തന്നെ ഡിന്നറൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നു. രാവിലെ എഴുന്നേറ്റ് മുറിയിലെ കേർട്ടനൊക്കെ മാറ്റി നോക്കിയപ്പോൾ തലേന്ന് വളരെ ശാന്തമായിരുന്ന പ്രകൃതിയല്ല. രാവിലെ ആയപ്പോൾ നല്ല സ്നോ ഒക്കെ വീണ് നല്ല വൈറ്റ് കളറായി നിൽക്കുന്ന മലകളെയാണ് കാണുന്നത്. നല്ല മഴയുണ്ട്. ലൈറ്റ് വെഹിക്കിൾസ് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം മാത്രമേ കാർഗിൽ ഭാഗത്തേക്ക് കടത്തിവിടൂ എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരക്കൊന്നും കൂടാതെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് ഞങ്ങളെ കടത്തിവിടുമോ എന്നൊരു ഭാഗ്യപരീക്ഷണം നടത്താനായി ഞങ്ങൾ അടുത്ത ആർമി ചെക്ക് പോസ്റ്റ് വരെ ഒന്ന് പോയി നോക്കാൻ തീരുമാനിച്ചു. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഓഫീസേഴ്സ് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കോളാൻ ഞങ്ങളുടെ അടുത്ത് അനുവാദം നൽകി. ബാൽതാൽ അമർനാഥ് കേവ്സിലേക്ക് പോകുന്ന പിൽഗ്രിംസിന് ഒരു ബേസ് ക്യാമ്പാണ്. അമർനാഥ് കേവ്സ് ഇവിടുന്ന് 14 കിലോമീറ്ററിൻ്റെ ട്രെക്കാണ്. സോണാമാർഗ് 8960 ഫീറ്റ് അബവ് സീ ലെവലാണ്. സോജീല പാസ് വഴിയാണ് നമ്മൾക്ക് കാർഗിലിലേക്ക് പോകേണ്ടത്. ഹെവി വെഹിക്കിൾസ് പല സമയത്തും ഒരു ഭാഗത്തേക്കുള്ള ട്രാഫിക് മാത്രമേ അനുവദിക്കാറുള്ളൂ. ചില ദിവസങ്ങളിൽ മാത്രമേ 2-വേ ട്രാഫിക് അനുവദിക്കാറുള്ളൂ. ചെറിയ വാഹനങ്ങൾ പ്രത്യേക സമയങ്ങളിൽ മാത്രമേ കടത്തിവിടാറുമുള്ളൂ. ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് കുറയ്ക്കാൻ വേണ്ടി ഡയമോക്സ് ടാബ്ലറ്റ്സ് ഞങ്ങൾ ഓൾറെഡി കഴിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. കാണുന്ന കാഴ്ചകളൊക്കെ അതിസുന്ദരമാണ്. കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ നിർത്തി അതൊക്കെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആസ്വദിച്ച് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുമുണ്ട്. ഇവിടുത്തെ ടാക്സികൾ വളരെ സ്പീഡിലാണ് പോകാറ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇവരെ കാണുമ്പോൾ തന്നെ അവർക്ക് വഴിയൊരുക്കി അവരെ മുന്നോട്ട് വിടുകയാണ് ചെയ്യുന്നത്. കാണുന്നത് കേരളത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് റൈഡേഴ്സാണ്. ഞങ്ങളൊരു സ്ഥലത്ത് മുമ്പ് നിർത്തിയപ്പോൾ അവരെ കുറച്ച് പേര് പരിചയപ്പെട്ടിരുന്നു. സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഈ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ മിലിറ്ററി വെഹിക്കിൾസോ അവരുടെ കോൺവോയോ കാണുമ്പോൾ അവർക്ക് മുൻഗണന നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഞങ്ങൾ സൊജീല പാസും കടന്ന് 0 പോയിന്റിലെത്തി. ഇവിടെ 11,649 ഫീറ്റ് അബവ് സീ ലെവലാണ്. നല്ല തണുപ്പാണ്. ഭയങ്കര ത്രില്ഡാണ്. ഞങ്ങളവിടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഏറ്റവും ആദ്യത്തെ സ്നോഫാളും ഞങ്ങളിവിടെ ആസ്വദിച്ചു. 0 പോയിന്റ് കടന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നതോടുകൂടി നമ്മൾ JNK UT വിട്ടിട്ട് ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയിലേക്ക് പ്രവേശിക്കുകയാണ്. ദ്രാസിനടുത്താണ് ദ്രൗപദി കുണ്ട് സ്ഥിതി ചെയ്യുന്നത്. മഹാഭാരതത്തിലെ ദ്രൗപദി സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് അവസാനമായി കുളിച്ച സ്ഥലമാണിതെന്ന് പറയപ്പെടുന്നു. ദ്രാസിൽ നിന്നും ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കാർഗിൽ വാർ മെമ്മോറിയലിലേക്ക് പോയി.
1998-99 കാലത്ത് പാകിസ്ഥാനി ട്രൂപ്സ് നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്ത് നമ്മുടെ ഭാഗത്തുണ്ടായിരുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ പല ഭാഗങ്ങളും അവർ ഓക്യുപ്പൈ ചെയ്തു. ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യൻ ആർമി മെയ് 1999 ഓപ്പറേഷൻ വിജയ് ലോഞ്ച് ചെയ്തു. വളരെയധികം ഹൈറ്റുള്ള മലനിരകളുടെ മേലെയാണ് ഈ യുദ്ധം നടക്കുന്നത്. ഏകദേശം 2 മാസം നീണ്ടു നിന്ന ബാറ്റിലിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ പിടിച്ചെടുത്ത ഭാഗങ്ങളെല്ലാം തിരിച്ചു പിടിച്ചു. ഈ ഓപ്പറേഷൻ വിജയുടെ വിജയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മെമ്മോറിയൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ബാറ്റിലിൽ ജീവൻ സാക്രിഫൈസ് ചെയ്ത ഒരുപാട് ഓഫീസേഴ്സും സോൾജേഴ്സും എഴുതിയ ലെറ്റേഴ്സൊക്കെ ഇവിടുത്തെ ഗാലറിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ചില എഴുത്തുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്നും വെള്ളം അറിയാതെ വന്നു പോകും. ക്ലിയർ ആയിട്ടുള്ള ഒരു ദിവസം ഇവിടെ നിന്ന് നോക്കിയാൽ ടോലോലിംഗ് ഹൈറ്റ്സ്, ടൈഗർ ഹിൽസ്, ബത്ര ടോപ്പ് എന്നിവ കാണാൻ പറ്റും. ഈ മലനിരകളിലാണ് ഓപ്പറേഷൻ വിജയ് നടന്നത്. അങ്ങനെ ഞങ്ങൾ കാർഗിലിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു. പോകുന്ന വഴി ദ്രാസ് നദിയുടെ തീരത്ത് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ചൂടുള്ള ചായയും സ്നാക്സൊക്കെ കഴിച്ചു. കാർഗിലിലെത്തി ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങളൊരു ഈവനിങ് വാക്കിന് ഇറങ്ങി. ഒരു പബ്ലിക് പാർക്ക് പോലത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ചുറ്റും നടപ്പാതയും കുറച്ച് റെസ്റ്റോറൻറ്റ്സും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഈ സുരു നദിയുടെ തീരത്ത് തന്നെയുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സ്ട്രീറ്റ് ലൈബ്രറി കാണുന്നത് തന്നെ. ഡിന്നർ കഴിച്ച് റൂമിലെത്തി. തണുപ്പ് നല്ലോണം ഉണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഉറങ്ങുകയും ചെയ്തു.